അപ്പൊ എന്തോ കാര്യമായിട്ട് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ടല്ലേ, ഐ ടി ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ടല്ലേ. എന്താണത്? നിങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടോ? എ ഐ വന്നത് എന്താ പ്രശ്നം? മെഷീൻസ് പോലും വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്യണ്ടേ? നിങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എ ഐ വർക്ക് ചെയ്യുന്നത്, എ ഐ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എ ഐയുടെ ആൾക്കാരാണല്ലോ, നമ്മൾ എ ഐനെ കൊണ്ട് പഠിപ്പിക്കും. അതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. ഫസ്റ്റ് റീസൺ, കോവിഡ് വന്നില്ലേ? 2020 കോവിഡ് വന്നു അല്ലേ? കോവിഡ് വന്നപ്പോൾ എന്ത് പറ്റി? ഡിജിറ്റൽ അഡോപ്ഷൻ കൂടി. സത്യമല്ലേ? എല്ലാവരും ഫിസിക്കൽ മീൻസിൽ നിന്നും ഡിജിറ്റൽ മീൻസിലേക്ക് പോയി. കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യുവേഷൻ വന്ന ഇന്ത്യൻ ഒരു കമ്പനി പറയാമോ? ബൈജൂസ്. കോവിഡിന് മുന്നേ 10 ബില്യൺ ഒക്കെ കടന്ന കമ്പനി അത്രയില്ലായിരുന്നു, 1 ബില്യൺ അടുപ്പിച്ചായിരുന്നു. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് 22 ബില്യൺ. 22 ബില്യൺ കൊണ്ട് എത്ര പൂജ്യം? ഇപ്പം ബൈജൂസിന്റെ വാല്യൂഷൻ എന്താണെന്നറിയോ? 1 ബില്യണിൽ പോയി 225 മില്യണേ ഉള്ളൂ. 100 പറഞ്ഞു. ഒരു കമ്പനിയുടെ ആസ്തി ഒരു കോവിഡ് വന്നപ്പോൾ ഇങ്ങനെ കയറി 1 ബില്യണിൽ നിന്ന് 22 ബില്യൺ കയറിയിട്ട്, അതായത് 22 മടങ്ങ് വർദ്ധിച്ചിട്ട് ഇപ്പം പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടേഴ്സ് ഇപ്പോൾ ഞാൻ പറയാം, പക്ഷെ ഇപ്പോഴതിൻ്റെ വാല്യൂഷൻ 100 മടങ്ങ് കുറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കോവിഡ് വന്നപ്പോഴത്തേക്ക് ഡിജിറ്റൽ അഡോപ്ഷൻ കൂടി. അപ്പോൾ കമ്പനീസ് എന്ത് ചെയ്തു? ഡിജിറ്റൽ അഡോപ്ഷൻ കൂടിയത്തേക്കും ഡിജിറ്റൽ പ്രോഡക്ട്സിന് കൂടുതൽ എഞ്ചിനീയറിംഗ് എഫർട്ട് വേണ്ടേ, കൂടുതൽ ടെക്നോളജി സപ്പോർട്ട് വേണ്ടേ. അപ്പോൾ അതിങ്ങനെ ആൾക്കാരെ ഹൈഡ് വഴി കാണുന്നവരെല്ലാം വിളിച്ചു, ആ മോനെ ഇങ്ങോട്ട് കയറിക്കോ, ചോദിക്കുന്ന സാധനങ്ങൾ എല്ലാവരും എടുത്തു. അപ്പോൾ 2021 ആയപ്പോഴത്തേക്കും മിക്ക കമ്പനീസിൻ്റെയും രണ്ടാമത്തെ വേവൊക്കെ വന്നു 2021. അപ്പോൾ ഇങ്ങനെ മിക്ക കമ്പനീസിൻ്റെ ഡിജിറ്റൽ ഓപ്ഷൻ കൂടി, വാല്യുവേഷൻ കൂടുന്നു, ഹയറിംഗ് നടക്കുന്നു, ആൾക്കാരെടുക്കുന്നു, ചോദിക്കുന്ന കാശ് എടുക്കുന്നു, ഇങ്ങനെ പോയി. 2022 കുഴപ്പമില്ല. 2023 ആയപ്പോഴത്തേക്കും കോവിഡ് കൊണ്ട് താഴ്ത്തേക്ക് ഇന്ന് എത്തി. ആൾക്കാർ വീണ്ടും പഴയ ഫിസിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡോപ്ഷൻ പറഞ്ഞു പഴയ മീൻസിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ എടുത്ത ആൾക്കാർ കുറേ ആൾക്കാരെ ആവശ്യമില്ലാതായി. ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ എന്ന് തോന്നുന്നു ജനറേറ്റീവ് എ ഐ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലേ ജെൻ എ ഐ? നിങ്ങൾ അതിനകത്ത് കിടന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണല്ലോ. ഞാനിപ്പോൾ പ്രോഡക്റ്റ് ഡിസൈനേഴ്സിന് ഇൻട്രസ്റ്റിംഗ് കുറേ ടൂൾസ് വന്നിട്ടുണ്ട്. ഒരു ടൂള് റെല്യൂം എന്ന് പറഞ്ഞിട്ട്, Relume.io. Relume.ioയിൽ ഞാൻ കയറിയിട്ട് ഒരു ഇത് കൊടുക്കുവാണ്, പ്രോംപ്റ്റ് കൊടുക്കുവാണ്. അതായത് എനിക്കൊരു വെബ്സൈറ്റ് വേണം, ആ വെബ്സൈറ്റ് ഇന്ന ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റാണ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ തന്നെ ആ സോഫ്റ്റ്വെയർ ആ വെബ്സൈറ്റിൻ്റെ ഇൻഫോർമേഷൻ ആർക്കിടെക്ചർ ജനറേറ്റ് ചെയ്യും, വയർഫ്രെയിംസ് ജനറേറ്റ് ചെയ്യും, ഫൈനൽ UI ജനറേറ്റ് ചെയ്യും. വേണമെങ്കിൽ കോഡും ഉണ്ടാക്കി കൈമാറ്റി. വേറൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ വന്നിട്ടുണ്ട്, Galileo.ai എന്ന് പറഞ്ഞിട്ട് റീസെൻ്റായിട്ട് വന്ന സെയിം തന്നെ. ഞാൻ പറയുകയാണ്, എനിക്ക് IRCT അല്ലെങ്കിൽ ഒരു ട്രെയിൻ ബുക്കിംഗ് ആപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എനിക്ക് ഡിസൈൻ ചെയ്ത് തരും. ഫ്രം യൂസർ ഓൺ ബോർഡിങ്, ട്രെയിനിൻ്റെ സാധനങ്ങളെല്ലാം അറിയുന്നു, സീറ്റ് സെലക്ട് ചെയ്യുന്നു, ട്രെയിൻ സെലക്ട് ചെയ്യുന്നു, സീറ്റ് സെലക്ട് ചെയ്യുന്നു, ബുക്ക് അടിക്കുന്നു, പേയ്മെൻറ്റ് പോകുന്നു, എല്ലാ സാധനങ്ങളും. അത് കോഡാക്കാൻ വലിയ പാടുന്നില്ല, അവർ തന്നെ വേണമെങ്കിൽ കോഡാക്കി തരും. അപ്പോൾ ജനറേറ്റീവ് AI വന്നപ്പോഴത്തേക്കും ഒന്ന് ഹ്യൂമൻ എഫേർട്ട് കുറഞ്ഞു, പല റെപ്പറ്റേറ്റീവ് ടാസ്കും, ഈവൻ ക്രിയേറ്റീവായിട്ടുള്ള ജോബ്സിൽ പോലും അല്ലേ. ഇപ്പോൾ ഒത്തിരി സിനിമാക്കാർ, ബോംബെയിലെ ബോളിവുഡിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടായി. സംഭവം എന്നറിയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് ഇപ്പോൾ ആർക്കും വേണ്ടി ChatGPT വെച്ച് സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാം കൂടെ സമരം ഉണ്ടായി. അത് പറ്റത്തില്ല, ഞങ്ങൾ ക്രിയേറ്റിവിറ്റിയെ തൊട്ട് കളിക്കാൻ പറ്റില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പറ്റുള്ളൂ. ഇൻഡസ്ട്രി ഈസ് ചേഞ്ചിങ്. അപ്പോൾ Galileo.ai മിഡ്ജേണി അറിയോ? മിഡ്ജേണി എൻ്റെ വീട്ടിൽ മാതാവിൻ്റെ ഒരു പടമുണ്ട്. അപ്പോൾ അത് മാൻഡിൽ എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ മാൻഡിൽ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ കാപ്പ. അപ്പോൾ അതിൻ്റെ കാപ്പയ്ക്കുള്ളിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ ഒരു കോൺസെപ്റ്റ് അങ്ങനെ പറയണം. അപ്പോൾ എനിക്ക് ഇത് പടം വേണം. അപ്പോൾ ഞാൻ നെറ്റിലെല്ലാം നോക്കി, ഈ കുറേ പടം കിട്ടി, പക്ഷെ ഇതൊന്നും റെസൊല്യൂഷൻ ഇല്ല, പ്രോപ്പർ റെസൊല്യൂഷൻ ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റിലേക്ക് എത്തുന്നില്ല. പിന്നീട് ഞാൻ ഇതിൻ്റെ രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു
സ്കൾപ്ചറിസ്റ്റിൻ്റെ അടുത്ത് നിന്നു. പുള്ളി കുറച്ചൊക്കെ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെടുന്നത് അതൊന്നും ശരിയാവുന്നേയില്ല. അവസാനം ഞാൻ മിഡ്ജേണി വെച്ചിട്ട് ഒരു നൈറ്റ് ഫുൾ ഇരുന്ന് പല പല പ്രോൺസിൽ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അതിമനോഹരമായിട്ട് ഒരു പടം എനിക്ക് കിട്ടി. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റിൻ്റെ സഹായത്തോടെ അത് അപ്സ്കെയിൽ ചെയ്ത് വേണ്ട മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തു. ഇപ്പോഴാണ് ആൾക്കാർ വന്നിട്ട് ആ പടങ്ങൾ അതിശയത്തോട് ചോദിക്കുന്നത് എവിടെ നിൽക്കുന്നത്, വളരെ യുണീക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ വരച്ചതെന്ന് പറയും, ഞാൻ വരച്ചതാണ് വിത്ത് ഹെൽപ്പ് ഓഫ് AI. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറിസ്റ്റിനോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അതൊന്നും മേലെ AI ചെയ്യും. അപ്പോൾ ഹ്യൂമൻ എഫർട്ട് ഒത്തിരി കുറഞ്ഞു. അപ്പോൾ ഹ്യൂമൻ എഫർട്ട് ഒത്തിരി കുറയുമ്പോഴത്തേക്കും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോബ്സ് ഉണ്ട്. കസ്റ്റമർ സപ്പോർട്ട് സർവീസ്. കസ്റ്റമർ സപ്പോർട്ട് സർവീസിൽ എന്താ ചെയ്യുന്നത്? ഒരാൾ ഫോൺ വിളിക്കുന്നു, ഫോൺ വിളിക്കുമ്പോൾ അയാൾക്ക് ഒരു ഇൻഫർമേഷൻ വേണം. ആ ഇൻഫർമേഷൻ കസ്റ്റമർ സപ്പോർട്ട് സർവീസിനാണ് കൊടുക്കുന്നു അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകമായിട്ട് വലിയ ക്രിയേറ്റീവ് ജോബൊന്നും ഇല്ല. അപ്പോൾ ഈ AI നോളജ് ഉണ്ടെങ്കിൽ AI റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ജോബ്സ് ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് പല മേഖലകളിൽ ഒരുപാട് നല്ല ജോബ്സ് പോയി. പിന്നെ ഒരു കാര്യം, മൂന്നാമത്തെ ഫാക്ടർ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022-23 വരെ കമ്പനികൾക്ക് ഒരു റോഡ് മാപ്പ് ഉണ്ടായിരുന്നു. ഇനി എൻ്റെ പ്രോഡക്റ്റിൽ വരുന്ന ഫീച്ചേഴ്സ് ഇന്ന സാധനങ്ങളൊക്കെയാണെന്ന് റോഡ് മാപ്പ് ഉണ്ടായിരുന്നു. ജനറേറ്റീവ് AI വന്നതോടുകൂടി എല്ലാവരും ജനറേറ്റീവ് AI യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ പ്രോഡക്റ്റും അത് നിങ്ങൾ മാർക്കറ്റിൽ ഏത് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൽ നോക്കിയാൽ AI പറയും. ബേസിക്കലി ഒന്നുമില്ല, ഓപ്പൺ AI യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓപ്പൺ AI APIs യൂസ് ചെയ്തിട്ട് പല ആപ്ലിക്കേഷൻസ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ജനറേറ്റീവ് വന്നതോടുകൂടി എല്ലാവരുടെ റോഡ് മാപ്പ് കംപ്ലീറ്റ് മാറി, അവരുടെ ഫോക്കസ് മാറി, അവരുടെ ബിസിനസ് മാറി, അവരുടെ യൂസ് കേസസ് മാറി, എല്ലാം മാറി. അപ്പോൾ എന്ത് പറ്റി? ഇവർ എസ്റ്റിമേറ്റ് ചെയ്തു, ഓക്കെ അടുത്ത 5 വർഷം ഞങ്ങൾ ഇന്ന ഫീച്ചേഴ്സ് പ്രോഡക്റ്റിൽ കൊണ്ടുവരും, അത് ഇന്ന സ്കിൽ സെറ്റുള്ള ആൾക്കാർ വേണം. പക്ഷേ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് റോഡ് മാപ്പ് മാറിയപ്പോഴത്തേക്കും ഈ സ്കിൽ സെറ്റ് എല്ലാം ആവശ്യമില്ലാതായി. കാരണം ആ ഫീച്ചേഴ്സ് ഞാനിനി ഡെവലപ്പ് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട വേറെ സെറ്റ് ഓഫ് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് എന്നിട്ട് വേറെ കുറച്ച് ആൾക്കാർ റീസ്ട്രക്ചറിങ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് ചിലർ പറയും. റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആണ് റോഡ് മാപ്പ് മാറിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വളരെ ഒരു ശോചനീയാവസ്ഥയാണ്. ഞാൻ ലിങ്കിനൊക്കെ ഓപ്പൺ ചെയ്തു. ലിങ്കിന് അറിയാമല്ലോ, അതുപോലെ ലിങ്കിൻ അക്കൗണ്ട് ഒക്കെ ഇല്ല, എല്ലാവർക്കും മസ്റ്റായിട്ട് വേണം കേട്ടോ. ലിങ്കിൻ അക്കൗണ്ട് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ സമയത്ത് പോലും നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്റർപ്രൈനർ വെഞ്ചറിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് അല്ലേ? യു ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഞാൻ പറയാം, ഇന്നൊരു റിമോട്ട് ജോബിന് അപ്ലൈ ചെയ്യാമെന്ന് ചെല്ലുമ്പം ഒരു ജോബിൻ്റെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ മിനിമം 1500 പേര് ആപ്ലിക്കൻസ് ഉണ്ടാകും. ക്യാൻ യു ഇമാജിൻ? ഒരു ജോബിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, നല്ല ജോബാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 1500 ആപ്ലിക്കൻസ് ആണ് ജോബ്. എങ്ങനെ നിങ്ങളുടെ റിസീവ് ഇവിടെ കിട്ടും? ഈ 1500 പേരെ മനുഷ്യരാണോ സ്ക്രീൻ ചെയ്യുന്നത്? അല്ല. ആരെ സ്ക്രീൻ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ആണ് സ്ക്രീൻ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ആണ് സ്ക്രീൻ ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ സ്ക്രീൻ ചെയ്തിട്ട് എത്ര പേരെ അവർ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ എത്ര പേരെ നെക്സ്റ്റ് ഇന്റർവ്യൂവിനോ ടെസ്റ്റിനോ വിളിക്കുമായിരിക്കും? 25-30 പേര്. അപ്പോൾ നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എത്ര? വളരെ കുറവല്ലേ? അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് പറ്റും. എങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് 4th ഇയർ വരെയുള്ള ആൾക്കാർ ആണ്. അടുത്ത വർഷം പാസ് ഔട്ട് ആയിട്ട് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. മൈ basic request to you all is try to be different from others, stand out from others, otherwise the world is going to be tough for you. Okay, സാധ്യതയില്ലെന്നല്ല, നമുക്ക് നല്ല സാധ്യതകൾ വേണ്ടേ? നല്ല സാധ്യതകൾ. ഞാനിപ്പം ഇന്ന് രാവിലെ ജോൺ സാറിനുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പം ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞു. എനിക്കറിയാതെ മലപ്പുറത്തുള്ള ഒരു വ്യക്തിയാണ് പുള്ളി. ഞാൻ നേരത്തെ പറഞ്ഞ ഗംറോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാനിവിടെ കുറച്ച് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്തു, കോൺട്രാക്ട് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു. പുള്ളിയുടെ പേ എന്ന് പറയുന്നത് മണിക്കൂറിന് $200. എത്ര രൂപയാണ്? 16,000 ഒരു മണിക്കൂറിനാണ്. And that company pay everywhere in the world. See, everywhere the same amount in the world. ന്യൂയോർക്കിലും അമ്മനത്തും ഒരേ പേയ്മെന്റ് കൊടുക്കും.
ഈ പയ്യന് മലപ്പുറത്താണ്. ഈസ് ഗെറ്റിംഗ് പെയ്ഡ് അറൌണ്ട് $300,000 പ്ലസ് അങ്ങനത്തെ സ്റ്റേക്ക് ഉണ്ട് കമ്പനിയിൽ. അറൌണ്ട് $400,000. 400,000 എന്ന് പറഞ്ഞാൽ 3.5 കോടി രൂപയോളമാണ്. അതായത് മാസം ഒരു 30 ലക്ഷം രൂപയാണ് പുള്ളിയുടെ സാലറി മാസം. സാധാരണ മലപ്പുറംകാരനാണ്. അപ്പോൾ പുള്ളി ഇന്ത്യയിൽ ദുബായിലോട്ട് പോയി. കാരണം ഇന്ത്യയിൽ 30% ടാക്സ് കൊടുക്കണം. 3.5 കോടി കിട്ടി ഏകദേശം 1 കോടി രൂപയ്ക്ക് എടുത്ത് ടാക്സ് കൊടുക്കും. പുള്ളി നമുക്ക് ദുബായിൽ പോയി. അവിടെ ടാക്സ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അനന്തമായ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. എന്റെയും നിങ്ങളുടെ എല്ലാവരുടെ മുന്നിലുണ്ട്. ഇതിൽ എനിക്ക് അങ്ങനത്തെ കുറേ റയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടില്ല. സാധാ ഓപ്പർച്യൂണിറ്റി പോലും എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പം make sure that you stand out from the crowd. Make sure that stand out from the crowd. ഞാൻ മുന്നേ എൻ്റെ കമ്പനി അക്വയർ ചെയ്ത കൊക്നിക്കോർ എന്ന് പറഞ്ഞ കമ്പനി, അത് അവരുടെ CEO സിന്ധു എന്ന് പറഞ്ഞൊരു ലേഡിയാണ്. ഒരു വയനാട്ടുകാരിയാണ്. വയനാട് ഇവിടെ MSc പഠിച്ച് MSc കുസാറ്റിലാണ് പഠിച്ചത്. MSc മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. കുസാറ്റിൽ പഠിച്ചിട്ട് അവർ PG ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെയിനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പെയിനിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ PG ചെയ്യണമെങ്കിൽ നല്ല ഓപ്ഷൻ. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? സ്പെയിനിലുണ്ട്. PG ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷനാണ്, നോട്ട് ചെയ്ത് വെച്ചത്. അവർ PG ചെയ്തു. അവരുടെ PGയുടെ അവരുടെ തീസിസിൽ പ്രോജക്റ്റ് അതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റി. അവർ US ഒരു കമ്പനി, അത് യൂറോപ്പിലായിരുന്നു, പിന്നെ US-ലേക്ക് മാറ്റി. US കമ്പനി രജിസ്റ്റർ ചെയ്തു. അവർക്ക് ഇൻഫോ പാർക്കിൽ ഒരു ഓഫീസുണ്ട്. 19 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പെയിനിൽ ഒരു മെഷീൻ ലേണിംഗ് ടീമുണ്ട്. US അവരുടെ സെയിൽസ് ടീമുണ്ട്. വയനാട്ടിൽ പറഞ്ഞ സാധാരണ സ്ഥിതി MSc മാത്തമാറ്റിക്സ് പഠിച്ചു. 3 പിള്ളേരുണ്ട്. നോക്കാം, 3 പിള്ളേരുടെ അമ്മയാണ് നോക്കാം. അപ്പം നമ്മുടെ മുന്നിലേക്ക് കിടക്കുന്ന സാധ്യതകൾ അനന്ത സാധ്യതകളാണ്. അപ്പം നമ്മൾ എവിടുന്ന് വരുന്നു, എവിടെ ആയിരിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫാക്ടേഴ്സാണ് ഒരാളുടെ ഹാപ്പിനെസ് തീരുമാനിക്കുന്നത്. സമയത്തിലുണ്ട്. ഓക്കെ, 12 മണിയാണ് എന്നോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾ കൊണ്ടുപിടിക്കുന്നത്. 3 ഫാക്ടേഴ്സാണ് ഒരാളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്. 3 ഫാക്ടേഴ്സ്. അതായത് 3 ഫാക്ടേഴ്സാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ് തീരുമാനിക്കുന്നത്. ഫസ്റ്റ്, അയാളുടെ ജെനറ്റിക്സ്. സിമ്പിൾ കീഴിൽ അറിയിക്കുന്നതല്ല ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ജീൻ. ചിലപ്പോൾ ഞാൻ ജോയ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, ഇൻഹെറൻറ്റ്ലി ജോയ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ഞാൻ അങ്ങനെ പ്രകടിപ്പിക്കാത്ത സാധനമാണ്. എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. എനിക്കൊരു മൂത്തൊരു മോളുണ്ട്, 6 വയസ്സാണ്. ഭയങ്കര ജോയ്ഫുള്ളാണ്. ഒരാളിങ്ങനെ വഴി കൂടെ നടന്നു പോയിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഹലോ ചേട്ടാ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞു ഓടിപ്പോയി തോളെ കയറി ഭയങ്കര ജോലി, ഭയങ്കര ഹാപ്പി, ഭയങ്കര കമ്പനി. രണ്ടാമത്തുണ്ട്, 3 വയസ്സ് കഴിഞ്ഞുള്ളൂ. ഇതുപോലൊരു എഴുതും. ഒരാൾ അതിലേക്കൂടെ പോയി അവൻ എനിക്ക് അകത്തോട്ട് പോകും. എപ്പോഴും കുറച്ച് കരച്ചിലും വെള്ളമൊക്കെയാണ്. അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ 40% ജീനാണ്, ജെനറ്റിക്സ് ആണ്. സെക്കൻഡ് 20% ഉണ്ട്, അത് എൻവയോൺമെൻ്റ് ആണ്. അത് നമ്മുടെ വീട് എത്ര നല്ലതാണെങ്കിലും മോശമാണെങ്കിൽ ഇറങ്ങി പോകുമോ? ഇല്ല അല്ലേ? നമ്മുടെ കോളേജിൽ നല്ല കാര്യമുണ്ട്, മോശം കാര്യമുണ്ട്. നല്ല എൻവയോൺമെൻറ്റിലേക്ക് മോശം എൻവയോൺമെൻറ്റ് വോട്ടബിലിറ്റീസ് ഇത് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമുക്കത് ഒരു പരിധി കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്ക് ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ടീച്ചേഴ്സിനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അത് എൻവയോൺമെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റ് നല്ലതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. മൂന്നാമത്തെ കാര്യം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ദ ഡിസിഷൻസ് ദാറ്റ് യു മേക്ക്. ഫസ്റ്റ് എന്താണ്? ജെനറ്റിക്സ് 40%. സെക്കൻഡ് എന്താണ്? പറയുന്ന കിട്ടില്ല, എൻവയോൺമെൻറ്റ് എത്രയാണ്? 20%. ബാക്കി എത്ര പെർസെൻ്റ് ഉണ്ട്? 40-20 പോയാൽ 40%. ആ ബാക്കി 40% എന്താണ്? The decisions that you make. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജെനറ്റിക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ?
ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എൻവയൺമെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. വീടിന് പാരൻസ് പറ്റത്തില്ല, പാടാണ്. പിന്നെ ആകെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? The decisions, the choices that you make. ആ 40% നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. ആ 40% നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. എൻ്റെ കോളേജിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ലാലറ്റ് എന്ന് പറയുന്നത്. അവൻ ഭയങ്കര നല്ല ലാംഗ്വേജ്, നല്ല അടിപൊളി നടത്തം, പെരുമാറ്റമല്ല. പക്ഷെ അവൻ്റെ രീതിയും അവൻ്റെ വീടും തമ്മിൽ യാതൊരു ബന്ധമില്ല. അവൻ്റെ വീടും അവൻ്റെ രീതി തമ്മിൽ യാതൊരു ബന്ധമില്ല. അവൻ്റെ വീട്ടില് പ്രശ്നങ്ങളുടെ കൂമ്പാരം. അതായത് ഫാദർ ഭയങ്കര കുടിയും. ഇത് എന്നും വന്ന് കുടിച്ചു പോകുന്നു, അവനെ തല്ലുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ, വഴക്ക്, പിന്നെ നമ്മിൽ പോകുന്നു. ശിവൻ കോളേജിൽ വരുന്നത് പിന്നെ സംസാരവും കണ്ടു കഴിഞ്ഞാൽ ഇവനാണ് ഇങ്ങനെ ഒരു വീട്ടിൽ വരുന്ന പയ്യനാണെന്ന് അറിയത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അവൻ്റെ ജൂനിയറല്ല, അവൻ അപ്പോഴേ പറയായിരുന്നു ഞാൻ രക്ഷപ്പെടും. ഭയങ്കര ഒരു തീയായിരുന്നു, രക്ഷപ്പെടും എന്നുള്ള തീയായിരുന്നു. അവൻ ഇവിടുന്ന് പോയി മാസ്റ്റേഴ്സ് പഠിക്കാനൊക്കെ ഇവിടുന്ന് കാനഡയിലേക്ക് പോയി. ഞാൻ അവസാനമായിട്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് അവനൊരു കാനഡയിൽ ഒരു മദാമി കല്യാണം കഴിച്ചിട്ട് ഒരു ബീച്ചിൻ്റെ സൈഡിൽ അടിപൊളി ഒരു വെട്ടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ 15 വർഷം മുന്നേ അവൻ പറഞ്ഞ കാര്യം ആലോചിച്ചു. He's a really successful in life. He will make changes in his life. അവന് വേണമെങ്കിൽ അവൻ്റെ ഫാമിലിയെ കുറ്റം പറയായിരുന്നു, അവന് വേണമെങ്കിൽ അവൻ്റെ കോളേജിനെ കുറ്റം പറയായിരുന്നു, അവന് വേണ്ടി അവൻ്റെ സാഹചര്യങ്ങളെ കുറ്റം പറയായിരുന്നു. പക്ഷെ അവന് മനസ്സിലായി അവൻ്റെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് 40%. അവൻ അതെടുത്ത് കൺട്രോൾ ചെയ്യും. His life has changed. ഞാൻ പറഞ്ഞ നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനത്തെ സാധ്യതകൾ ഉള്ളപ്പോൾ ആ സാധ്യത എടുക്കണോ വേണ്ടയോ, അതിലേക്ക് എത്ര ദൂരം അടുക്കണ്ട എന്നെല്ലാം നമ്മുടെ ചോയ്സസ് തീരുമാനിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോളേജിൽ കിട്ടുന്ന 4 വർഷം ഐ ഡെഫിനറ്റ്ലി വിഷ് നിങ്ങളെല്ലാവരും ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസ് എടുക്കുന്നതാണ്. എനിക്ക് പറയാനുള്ള ആക്ച്വലി ഈ ചെറിയ സമയത്ത് പറയുന്നൊരു കാര്യം അതാണ്, ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഒത്തിരി പ്രോജക്ട്സിനെ പറ്റി സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞ ടേക്ക് ഇറ്റ് എ സ്റ്റെപ്പ് ഫർദർ. നല്ല പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാൻ യു മേക്ക് ഇറ്റ് ഇൻഡസ്ട്രി റെഡി? ഒരു സ്കൂൾ, ഒരു കോളേജ് പ്രോജക്റ്റിന് അപ്പുറത്തേക്ക് അത് നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി റിലേറ്റഡ് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും ബിസിനസ്സിന് നിങ്ങളുടെ ആ സാധനം ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ അത് മോഡിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ബിക്കം എ മോഡൽ. യു ക്യാൻ മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. You can rewrite your story, right? ഞാനല്ല സിന്ധുവിൻ്റെ കാര്യം പറഞ്ഞത്. അവർ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അസിസ്റ്റൻ്റാണ് അവരുണ്ടാക്കിയത്. പക്ഷെ അത് ഇവോൾവ് ചെയ്ത് ഒരു ചാറ്റ് ബോട്ടായിട്ട് മാറി. 2013 ആദ്യമായിട്ട് എന്റർപ്രൈസ് ചാറ്റ് ബോട്ട് ലോഞ്ച് ചെയ്യുന്ന അവരുടെ കമ്പനിയാണ്. 2013 ചാറ്റ് ബോട്ട് ഒന്നും ആരും കേട്ടിട്ടുമില്ല. ആ സമയത്ത് അവർ ചാറ്റ് ബോട്ട് ലോഞ്ച് ചെയ്തു. പിന്നീട് ഇപ്പം US പല എന്റർപ്രൈസസും വെൽത്ത് മാനേജ്മെന്റ് സെക്ടറിൽ അവരുടെ ചാറ്റ് ബോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആ പ്രോഡക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അനന്തമായ സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ വി ഹാവ് ടു ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 2007 ഞാൻ കയറി. 2008 എനിക്ക് ലാപ്ടോപ്പ് കിട്ടുന്നത്. അന്ന് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ആയിരിക്കും, എല്ലാവരുടെ കയ്യിലില്ല. നമ്മൾ കുറച്ച് സീനിയേഴ്സിൻ്റെ കയ്യിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ, എല്ലാവർക്കും ഇല്ല, കുറച്ച് പേരുടെ കയ്യിൽ. പക്ഷെ 2010 ആയപ്പോഴത്തേക്കും കോമൺ ആയി. അന്ന് 53,000 രൂപ മുടക്കി ഡൽഹിയിൽ ഒരു ചുമന്ന ലാപ്ടോപ്പ് മേടിച്ചു. എനിക്ക് മേടിച്ചു ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ. പക്ഷെ ഐ വാസ് സോ ഒബ്സസ്ഡ് വിത്ത് ലേണിംഗ് ന്യൂ തിങ്സ്. അങ്ങനെയാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ ചെക്ക് വാട്ട് ആർ ദി ഓപ്പർച്യൂണിറ്റീസ് ഐ ഹാവ്. അങ്ങനെ 2010-11 സമയങ്ങളിൽ ഞാൻ ഒരുപാട് ഓൺലൈൻ കോൺടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓൺലൈൻ കോൺടെസ്റ്റ് എനിക്ക് ഒരു 100 കോൺടെസ്റ്റിൽ ഞാൻ പങ്കെടുത്താണ്, ഒന്നിനും വിജയിച്ചില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ വിജയിച്ചു. ഞാൻ ഒരു നമ്പർ 101 വിചാരിച്ചു. ഒരു ദിവസം വിജയിച്ചു. എനിക്ക് ആദ്യമായിട്ട് അന്ന് കിട്ടുന്നത് $120. 2010 $120 അന്ന് 6,000 രൂപ.
അപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ATM പോയി 6000 രൂപ പിൻവലിക്കുന്ന അത് പൈസ മാനേജ് അറിയാമെന്ന് അപ്പം തന്നെ കുപ്പിടിച്ച് തീർത്തു. എന്തോ ചെരുപ്പോ ബാങ്കിലൊക്കെ മേടിച്ചു. പക്ഷെ ആദ്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 6000 രൂപ അന്നത്തെ കാലത്ത് കിട്ടുന്നത് ഭയങ്കര അച്ചീവ്മെൻറ്റാണ്. എൻ്റെ സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ട് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. കോളേജ് ട്യൂഷൻ ഫീ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് മെറിറ്റിലായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം ഫീ ഉണ്ടായിരുന്നു നമുക്ക്. ഹോസ്റ്റൽ ഫീ, നല്ല ഹോസ്റ്റലായിരുന്നു, ഹോസ്റ്റൽ ഫീ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. ഞാൻ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ കാലത്ത് ഞാൻ വീട്ടിൽ പൈസയ്ക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് ആയി മേക്ക് ഷുവർ ദാറ്റ് നമ്മളെന്തെങ്കിലും പൈസ ഉണ്ടാക്കി നമ്മുടെ കാര്യം നോക്കുന്നുള്ളൂ. ഇൻഡിപെൻഡൻ്റ് ആവാനും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ നിന്നൊരു റെസ്പെക്ട് കിട്ടാൻ തുടങ്ങി. അത് നോക്കുമ്പോൾ കുറച്ച് അവരുടെ കാര്യത്തിൽ നമ്മളായിട്ട് വീട്ടിൽ നിന്നൊരു റെസ്പെക്ട് കിട്ടാൻ തുടങ്ങി. അതെനിക്ക് കൂടുതൽ ഫ്രീഡം തന്നു, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഫ്രീഡം തന്നു. മനസ്സിലായോ? അങ്ങനെയാണ് 2011 കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മണിപ്പൂരിൽ പഠിപ്പിക്കാനായിട്ട് പോയി. അത് ജീസസ് യൂത്തിൻ്റെ ഒരു മിഷൻ പ്രോഗ്രാമായിരുന്നു. അങ്ങനെ 1 ഇയർ പഠിപ്പിക്കാനായിട്ട് പോയി. വീട്ടിൽ നിന്നും പ്രശ്നമൊന്നുമില്ല, കാരണം ഐ വാസ് ഡൂയിങ് മൈ പാർട്ട് വെൽ. അത് കഴിഞ്ഞ് 2012 തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു ഡിസൈൻ എക്സാമിനേഷൻ കഴിഞ്ഞ് ഡിസൈൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. IIT ബോംബെയിൽ IDC എന്ന് പറഞ്ഞൊരു സംഭവം, ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെൻറ്റർ, അല്ലെങ്കിൽ NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിസൈൻ ഇപ്പോൾ ഒക്കെ നല്ല പോപ്പുലറാണ്, അന്നത്തെ കാലത്ത് പോപ്പുലർ അല്ലായിരുന്നു. ഞാൻ എക്സാം എഴുതി, ഞാൻ വളരെ നന്നായിട്ട് എഴുതി. പക്ഷേ 0.5 മാർക്സിന് എനിക്ക് എൻട്രൻസ് ഇല്ലായിരുന്നു. 2012 പക്ഷേ ഐ കീപ്പ് ഓൺ ട്രൈങ്. ഞാൻ എക്സാം ഫെയിൽ ആയെങ്കിലും ഐ കീപ്പ് ഓൺ ട്രൈങ്. ഐ സ്റ്റിൽ സ്റ്റാർട്ടഡ് എൻട്രിങ് ഇൻ ടു ഡിഫറെൻറ്റ് കോൺടെസ്റ്റ് ഓൺലൈൻ. അങ്ങനെ ഒരു ദിവസം ഞാനൊരു കോൺടെസ്റ്റ് വിൻ ചെയ്തു. ആ കോൺടെസ്റ്റ് ഇട്ടത് ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു ഓൺടർപ്രണറായിരുന്നു. അത് 2012 ബിഗിനിങ്ങിലാണ്. അപ്പോൾ ആ കോൺടെസ്റ്റ് വിൻ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് $400 കിട്ടി. $400 എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അന്ന് നമ്മുടെ കൂടെ പഠിച്ചവർക്കെല്ലാം ജോലിയുള്ള സാലറി 15,000 to 20,000 ഒക്കെയാണ് ഇൻഫോസിസും ഇപ്രോയും എല്ലാം ഉള്ളത്. അപ്പോൾ $400 അന്നത്തെ സമയത്ത് 25,000 രൂപയാണ്. ആഴ്ച 25,000 രൂപ സുഖമായിട്ട് ചിലവൊന്നുമില്ല, വീട്ടിലിരിക്കുന്നില്ല. 2 മാസം ജീവിക്കാനൊന്നും വിചാരിച്ചിരിക്കുന്ന അയാളോട് ചോദിച്ചു, എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. വെറുതെ ഇരിക്കുന്നത് വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ 2012 ജാനുവരി എന്ത് തൊട്ട് പുള്ളി വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബൈ താങ്ക്ഫുള്ളി വാട്ട് ഡേയ്സ് എൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ വർക്ക് അതായിരുന്നു. എൻ്റെ ഒഫീഷ്യൽ സാലറി ഇൻ 2012 വാസ് അറൗണ്ട് 1.5-2.6 lakhs. ഞാൻ അപ്പോഴാണ് ഈ റിമോട്ട് വർക്കിൻ്റെ സാധ്യതകൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിമോട്ട് വർക്കിൻ്റെ ഗുണം എന്താണെന്നറിയാം. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് US-ലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ if they pay in European or US standard, by purchase power parity, it will be huge amount for us. മനസ്സിലായോ? അതായത് ഞാൻ ഇവിടെ മേടിക്കുന്ന ഒരു സാധനം അതിന് US-ലായിട്ട് 3 ഇരട്ടി വിലയായിരിക്കും. അതാണ് പർച്ചേസ് പവർ പാരിറ്റി. അവിടുത്തെ $1 കൊണ്ട് മേടിക്കാൻ പറ്റുന്ന സാധനം എനിക്ക് ഇവിടെ 25 രൂപയ്ക്ക് മേടിക്കുന്നത് ബേസിക്കലി. അപ്പം അവിടെ ഒരാൾക്ക് പേ ചെയ്യുന്ന സെയിം സാലറി നമുക്ക് പേ ചെയ്യുവാണെങ്കിൽ നമുക്കത് വലിയ സാലറി. മനസ്സിലായല്ലോ? ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ സാറ് വീട് മറ്റേ 3 കോടി രൂപയൊക്കെ പറഞ്ഞില്ല, ദൈവാഗ്രഹമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു വീട് US-ൽ മേടിക്കണമെങ്കിൽ $2 million ആണ്. അത് 10-15 കോടി രൂപ. നമുക്കതിൻ്റെ 4-5 ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത്. 3 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, യു ഗെറ്റ് പെയ്ഡ് ഇൻ യൂറോ, USD ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻകം. ഞാൻ നേരത്തെ പറഞ്ഞ പെയ്ൻ്റെ കാര്യം പറഞ്ഞു, മലപ്പുറത്തുള്ളത് മണിക്കൂർ $200. അത് ന്യൂയോർക്കിൽ ഒരു എഞ്ചിനീയറിന് കിട്ടുന്ന എമൗണ്ട് ആണ്. ആൻഡ് ഇഫ് ഈസ് ഗെറ്റിംഗ് ഫ്രം മലപ്പുറം, ഇമാജിൻ ദാറ്റ്, ഒരു മണിക്കൂർ 15. ആൻഡ് ഇയർലി ഈസ് മേക്കിംഗ് അറൗണ്ട് 3.4 crore. ബ്രില്യൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങി. സോ അനദർ തിങ് യു കുഡ് എക്സ്പ്ലോർ ഈസ് ദാറ്റ് നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി സാധ്യതകൾ കിട്ടും. ഓക്കെ, ഉറപ്പായിട്ട് കിട്ടും. ബട്ട് ക്യാൻ യു മാക്സിമൈസ് ദാറ്റ്?
നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തുള്ള ജോലികൾ കിട്ടാനായിട്ട് സാധ്യമാണോ? യു ക്യാൻ ട്രൈ ഫോർ ദാറ്റ്. യു ഷുഡ് ട്രൈ ഫോർ ദാറ്റ്. ഭയങ്കര പാടാണ്, വേറെ ഓപ്പർച്യൂണിറ്റിയാണ്. ബട്ട് $200 ഒന്നും വേണ്ട. $30 കിട്ടിയാലും വിടുവാണ്. $30 എന്ന് എത്ര? 2,500 മണിക്കൂർ. 2,500 നല്ല എമൗണ്ട് അല്ലേ തുടങ്ങുന്നത്? ഓക്കെ, $15 പോട്ടെ, ഒരു $1,200. അപ്പോൾ ഒരു ദിവസം എത്രയായി? 8,000, 10,000 കിട്ടിയോ? ഒരു ദിവസം 10,000 കിട്ടിയത് നല്ലതല്ലേ? എന്നാൽ പോലും റെഗുലർ ഒരു സാലറി മേടിക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് കിട്ടില്ല. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഇപ്പം പറയുവാണ്, ഉണ്ട്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. നിങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യും. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ കിട്ടും. പണം കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യില്ല. 5 വർഷം കഴിഞ്ഞ് 3-4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണത്. ഒന്ന്, യു ഹാവ് ടു മേക്ക് യുവർസെൽഫ് വിസിബിൾ. മോൻ്റെ പേരെന്താ? ജൂഡ്. ഏത് ഇയറാണ്? 3rd ഇയറാണ്. ഇപ്പം എൻ്റെ ചോദ്യം, ജൂഡ് സപ്പോസ് നന്നായിട്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്, കോഡിങ് സോഫ്റ്റ്വെയർ ചെയ്യുന്നവർക്ക്, AI ആണെങ്കിലും ഡേറ്റ സയൻസ് ആണെങ്കിലും ചെയ്യുന്നവർക്ക്, ജൂഡ് നല്ലൊരു ഡെവലപ്പറാണ്, നല്ലൊരു എഞ്ചിനീയർ ആണെന്ന് ലോകം എങ്ങനെ അറിയില്ല? എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും. എന്നിട്ട് ജൂഡിനെ ഈ ആൾക്കാർ അങ്ങോട്ട് വരണം. ജൂഡേ, എൻ്റെ ഈ പ്രോഡക്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക പോലെ. ജൂഡ് പറയും, ഓക്കെ ചേട്ടാ, $200 തന്നാൽ മതി, ഞാൻ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇനിയുള്ള കാലത്ത് നല്ലൊരു ജോലി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ജോലി ഞാൻ പറയുന്നത് ഓപ്പർച്യൂണിറ്റി, വെദർ ഇറ്റ് ഇസ് എൻ ഓൺട്രപ്രനീറിയൽ ഓപ്പർച്യൂണിറ്റി ഓർ വെദർ ഇറ്റ് ഇസ് എ ജോബ് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയല്ല, നിങ്ങളെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? എല്ലാ നെറ്റ്വർക്ക് ഈവൻസിനും പോവാം. ഇവിടെയാണ് KSCO, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അറിയാമോ? സ്റ്റാർട്ടപ്പ് മിഷൻ ഒത്തിരി ടെക്നിക്കൽ പ്രോഗ്രാംസ് മാത്രമല്ല, ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിൽ പോകണം. നിങ്ങൾ മീറ്റ് ചെയ്യണം ഓൺടർപ്രണേഴ്സിനെ. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഇവിടെ റാപ്പിഡ് വാല്യൂ എന്ന് പറഞ്ഞ കമ്പനി, അവരുടെ സിഇഒയും 2 പേരൊക്കെ വന്നിട്ട് അവിടെ അവരുടെ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ട്, നിങ്ങൾ അവിടെ ചെന്ന് പറയും, സാർ ഞാൻ ഈ ഭാരതമാതാ കോളേജ് പഠിക്കുന്നതാണ്, ഭയങ്കര പാഷനേറ്റ് ആണ്, എൻ്റെ കുറച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സാറിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഓർത്താൽ മതി, ഞാൻ ലിങ്കിൽ ഇപ്പോൾ തന്നെ കണക്ട് ഡിസ്ട്രിക്റ്റേക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ട് ആവുക. നാളെ പുള്ളിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വരുമ്പോൾ അവർ ഞാൻ ഭാരതമാതാ നിങ്ങൾ പയ്യനെ കണ്ടു ചെയ്തായിരുന്നല്ലോ, അവന് നന്നായിട്ട് ചെയ്യുന്ന പറഞ്ഞു, അവനെ കൊണ്ട് ഇതിൻ്റെ ഒരു മൊഡ്യൂൾ ചെയ്യിച്ചാലോ, ആലോചിക്കണം. മനസ്സിലായോ? നെറ്റ്വർക്ക് ചെയ്യണം. നിങ്ങൾ ഇവിടെയും കഴിവതും കേരളത്തിൽ പുറത്തുള്ള നല്ല ഈവൻസിൽ നിങ്ങൾ പോകണം. ഹാക്കത്തോൺസ് ആയിരിക്കാം, വർക്ക്ഷോപ്സ് ആയിരിക്കാം, കോൺഫറൻസസ് ആയിരിക്കാം. നിങ്ങൾ കാശ്മീരിലേക്ക് പോകണം, പോയിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യണം. കേരളത്തിന് വെളിയിലുള്ള വലിയൊരു സാമ്രാജ്യം നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. കേരളത്തിനകത്തുള്ളത് മാത്രമല്ല, പുറത്തോട്ട് ബാംഗ്ലൂരിലൊക്കെയാണ് പ്രോഡക്റ്റ് കമ്പനീസ് ഏറ്റവും കൂടുതലുള്ള ബാംഗ്ലൂരാണ്. സാസ് കമ്പനീസ്, സാസ് കമ്പനീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, സാസ് എന്റർപ്രൈസ് സാസ് കമ്പനീസ് ഏറ്റവും കൂടുതലുള്ളത് ചെന്നൈയിലാണ്. ചെന്നൈ ഈസ് കോൾഡ് ആസ് ദ സാസ് ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യ. അവിടെ പോയിട്ട് അങ്ങനത്തെ കോൺഫറൻസ് സ്റ്റാർട്ടിങ് അവർക്ക് ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യണം. ആൻഡ് മേക്ക് യൂസർ വിസിബിൾ. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോറി എഴുതണം, ലിങ്ക്ഡിനിൽ സ്റ്റോറി എഴുതണം, ഹാക്കർ ന്യൂസിൽ പബ്ലിഷ് ചെയ്യണം, ട്വീറ്റ് ചെയ്യണം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് you are talking to people and you are announcing yourself, you are displaying yourself to others, and that is how you get noticed. And അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ people will come to you, right? That is one way of doing it. Second, നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കോളേജിൽ നിന്ന് പോയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള അലൂമിനീസ്. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ട് അലൂമിനീസ്. ഇപ്പം നിങ്ങളിപ്പം പുതിയ പാസ് ഔട്ട് ആയിട്ടില്ല, പക്ഷേ എനിക്കൊന്ന് BSc ഫിസിക്സിൽ ഒക്കെ അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള അലൂമിനീസ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കമ്പനി നടത്തുകയായിരിക്കാം. അങ്ങനത്തെ അലൂമിനീസിനെ കോൺടാക്ട് ചെയ്യണം. സിമ്പിളാണ്. ലിങ്ക്ഡിൻ വഴി കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്താലും മതി. പറയണം, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അലൂമിനി ആകുമ്പോൾ എന്തായാലും നിങ്ങളോട് സോഫ്റ്റ് ഫോൺ കാണുമല്ലോ. ഇങ്ങനെ ഭാരത് മറിച്ചേട്ടൻ്റെ ഞാനൊക്കെ ഒത്തിരി പേര് മുതലെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി പേര് മുതലെടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. അവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ജൂനിയേഴ്സ് വന്നവരെ പിന്നെയാണ്. അവരായിട്ട് പിന്നെ എന്തിനു പറയുക, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് അതിന് ഫീഡ്ബാക്ക് തരാവുന്നത്, അതിനെപ്പറ്റി തോന്നുന്നത്, അങ്ങനെ ഒരു കോൺവെർസേഷൻ അവർക്ക് കൊടുക്കാം. ഓക്കെ, ആൻഡ് things will happen. Eventually everything will fall in place. There are hundreds of things I want to discuss with you, but there is no time. പക്ഷെ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ?
ആർക്കെങ്കിലും ഇത് ചെറിയ രീതിയിൽ പ്രയോജനമാകട്ടെ. എന്തായാലും all my prayers and wishes